Hi dear students, once again welcome back to ACE Plus online class. Today we are going to discuss a poem from the first unit. It's named Taj Mahal. We know that Taj Mahal is a great monument built by the great Mughal emperor Shah Jahan. And the Taj Mahal is considered as one of the 7 wonders of the world. And Shah Jahan built it for the memory of his wife Mumtaz. We know that it's a beautiful monument, it's a beautiful built by Shah Jahan. The poem Taj Mahal is taken from the poem Shah Jahan written by Rabindranath Tagore. We know him. He was a great, prominent, well-known poet in English literature and in India. So, ഈ താജ് മഹൽ എന്ന് പറയുന്ന ഈ പോം രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു പോമിൽ നിന്ന് കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാക്ട് ആണ്, ഒരു ഭാഗമാണ്. നമുക്കറിയാം താജ്മഹൽ എന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ് മോണുമെന്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് മോണുമെന്റ് ആൻഡ് ഇറ്റ്സ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. അല്ലേ, ലോകത്തെ 7 മഹാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് പറയുന്നത് താജ്മഹൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള താജ്മഹൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ആഗ്ര. അല്ലേ, ദെൻ 7 വണ്ടേഴ്സ് നമുക്കറിയാം. ഈഫിൽ ടവർ പോലെ, അല്ലെങ്കിൽ ക്രൈസ്റ്റ് റെഡീം പോലെ, അല്ലെങ്കിൽ ചൈന വൻമതിൽ പോലെയുള്ള, അല്ലെങ്കിൽ ജിസ പിരമിഡ്സ് പോലെയുള്ള അത്തരത്തിലുള്ള കാറ്റഗറിയിൽ പെടുന്ന 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലെ 7 മഹാത്ഭുതങ്ങൾ, അതിൽപ്പെട്ട ഒരു മഹാത്ഭുതമാണ് നമ്മുടെ താജ്മഹൽ എന്ന് പറയുന്നത്. സോ ഈ പോമിൽ രവീന്ദ്രനാഥ് ടാഗോർ എക്സ്ട്രാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോർ ഔട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, എ ഗ്രേറ്റ് ലവ് ബിറ്റ്വീൻ ഷാജഹാൻ ആൻഡ് ഹിസ് ബിലവഡ് മുംതാസ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആർട്ട് ഈസ് ആൻ ഇമ്മോർട്ടൽ. ആർട്ട് ഈസ് ആൻ ഇമ്മോർട്ടൽ. എന്താ ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ? അനശ്വരമായത് എന്ന് വെച്ചാൽ എന്നെന്നും നിലനിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇമ്മോർട്ടൽ എന്ന് പറയും. എന്നെന്നും നിലനിൽക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇമ്മോർട്ടൽ എന്ന് പറയാം, അനശ്വരമായത്. വിച്ച് മീൻസ് ആർട്ട് എന്ന് പറഞ്ഞാൽ, കല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്മോർട്ടൽ. അതെന്നും എന്ത് ചെയ്യുന്നതാണ്? നിലനിൽക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ താജ്മഹലിനെ എടുത്ത് നോക്കാം. ഒരുപാട് വർഷങ്ങളായി, അല്ലേ, ഒരുപാട് വർഷങ്ങളായി മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ നിർമ്മിച്ചതാണ്. സോ അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു മോണുമെന്റ്, ആ ഒരു ആർട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് നമ്മളൊരു പിക്ചർ വരച്ചു വെച്ചു എന്ന് വിചാരിക്കാം. നമ്മൾ ഒരാള് ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ റൈഡ് ചെയ്യുന്ന ഒരു പിക്ചർ വരച്ചു വെച്ചു എന്ന് വിചാരിക്കും. ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു ബോയ് ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ റൈഡ് ചെയ്യുന്ന ഒരു പിക്ചർ നമ്മൾ വരച്ചു എന്ന് വിചാരിക്കും. സോ എത്ര കാലം കഴിഞ്ഞാലും ആ ബോയ് അപ്പോഴും എന്തുതന്നെയാണ്? ബോയ് ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അല്ലെ, വിച്ച് മീൻസ് ആർട്ട് ഈസ് ഇമ്മോർട്ടൽ. ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അനശ്വരമാണ്, എന്നെന്നും ജീവിക്കുന്നതാണ്. സോ ആ 2 മോട്ടോ, അല്ലെങ്കിൽ ആ 2 കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിലൂടെ രവീന്ദ്രനാഥ് ടാഗോർ എന്ത് ചെയ്യുന്നത്? നമുക്ക് തരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, then Taj Mahal is considered as one of the 7 wonders of the world. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? And it work of art that excel time and history. സോ ആ ഒരു വർക്ക്, താജ്മഹൽ എന്ന് പറയുന്ന ആ ഒരു വർക്ക്, ഇറ്റ്സ് ഡിപ്പെൻഡന്റ്, അല്ലെങ്കിൽ ഇറ്റ്സ് റിമൈൻഡർ ദ ടൈം ആൻഡ് ദ ഹിസ്റ്ററി. അല്ലെ, ആ ഒരു ചരിത്രത്തെ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ഇങ്ങനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മോണുമെന്റ്, ഒരു വലിയ വർക്ക് ഓഫ് ആർട്ടാണ് എന്ന് പറയുന്നത് താജ്മഹൽ എന്ന് പറയുന്നത്. ദ ഫോളോയിങ് ലൈൻസ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു പോം എന്ന് പറയുന്നത് ഫോളോയിങ് ലൈൻസ് ഫ്രം ടാഗോർസ് പോം ഷാജഹാൻ. ടാഗോറിന്റെ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു പോയത്തിൽ നിന്നെടുത്ത കുറച്ച് വരികളാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുള്ളത്. ഇൻ ദിസ് പോം, ആ പോയത്തില് ടാഗോർ സ്പീക്ക് ഓഫ് ദ ഇമ്മോർട്ടൽ ക്രിയേഷൻ. ടാഗോർ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്മോർട്ടൽ ആയിട്ടുള്ള
അനശ്വരമായിട്ടുള്ള ഈ ഒരു ക്രിയേഷനെ കുറിച്ചിട്ട്, നിർമ്മിതിയെ കുറിച്ചിട്ടാണ് ടാഗോർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോയത്തിൽ പറയുന്നത്. ദ താജ്മഹൽ ആൻഡ് ടൈംലെസ് അപ്പീൽ ഓഫ് ദ ഗ്രേറ്റ് മോണുമെന്റ്. ഏതാണ് ആ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ആ ഒരു ആർട്ട് എന്ന് പറയുന്നത്? താജ്മഹലാണ് അല്ലേ, താജ്മഹൽ. സോ ആ താജ്മഹലിനെ കുറിച്ചിട്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. സോ ബിഫോർ എൻ്ററിങ് ടു ദ പോം, we want to know about something about Rabindranath Tagore. We all know him. He was very prominent writer, and he was the writer of our national anthem. We know him. So Rabindranath Tagore, born in 1861, and he passed away in 1941. 1861 അദ്ദേഹം ജനിക്കുന്നത്, 1941 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. വിച്ച് മീൻസ് 1861 to 1941, അതാണ് അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹി ഈസ് എ ബംഗാളി റൈറ്റർ. അതൊരു ബംഗാളി റൈറ്റർ ആണ് ഹു റീഷേപ്ഡ് ബംഗാളി ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്. ബംഗാളി ലിറ്ററേച്ചറിന്റെ, സാഹിത്യത്തെയും മ്യൂസിക്കിനൊക്കെ ഒരു പുതിയ മുഖം നൽകിയ ആളാണ് ആരെന്ന് പറയുന്നത്, രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. ഹി ഈസ് ദ ഓഥർ ഓഫ് ഗീതാഞ്ജലി. ഈസ് ദ ഓഥർ ഓഫ് ഗീതാഞ്ജലി. ഗീതാഞ്ജലി ഈസ് എ കളക്ഷൻ ഓഫ് പോംസ്. ഒരുപാട് പോയങ്ങളുടെ, ഒരുപാട് കവിതകളുടെ ഒരു കളക്ഷൻ, ഒരു ബുക്കിനെയാണ് എന്ത് പറയുന്നത്, ഗീതാഞ്ജലി എന്നാണ് ആ ബുക്കിന്റെ പേര്. സോ അതിന്റെ റൈറ്ററാണ് ആര്, രവീന്ദ്രനാഥ ടാഗോർ. ആൻഡ് ഹി വോൺ നൊബേൽ പ്രൈസ് ഇൻ 1913 ഇൻ ലിറ്ററേച്ചർ. 1913 അദ്ദേഹത്തിന് ലോകം നോബൽ പ്രൈസ് നൽകി എന്ത് ചെയ്തു, ആദരിച്ചു. നൊബേൽ പ്രൈസ് നൽകി ആദരിച്ചു ലിറ്ററേച്ചറിലെ, സാഹിത്യത്തില്. He became the first non-European to win Nobel Prize in literature. ലിറ്ററേച്ചറിൽ ആദ്യമായിട്ട് നോബൽ പ്രൈസ് ലഭിക്കുന്ന യൂറോപ്പുകാരനല്ലാത്ത ഒരാൾ, വിച്ച് മീൻസ് ആദ്യമായിട്ട് ഏഷ്യക്കാരൻ നോബൽ പ്രൈസ് കിട്ടുന്നത് ആർക്കാണ്, രവീന്ദ്രനാഥ ടാഗോറിനാണ്. അദ്ദേഹത്തിന്റെ പോയങ്ങളും അദ്ദേഹത്തിന്റെ വർക്ക്സും വേഴ്സും കാര്യങ്ങളും ഒക്കെ ഒരു ഡിഫറെന്റ് കാറ്റഗറി അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവലാണ്. ആൻഡ് ഹി ബിൽഡ് എ സ്കൂൾ, ശാന്തിനികേതൻ. ശാന്തിനികേതൻ എന്ന് പറയുന്ന ഒരു സ്കൂൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, നിർമ്മിക്കണം ഫോർ ദ ബാക്ക്വേർഡ് ചിൽഡ്രൻ. ബാക്ക്വേർഡായി നിൽക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ശാന്തിനികേതൻ എന്ന് പറയുന്ന ഒരു സ്കൂളും കൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം നിർമ്മിക്കുന്നുണ്ട്. സോ ഇതാണ് രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് പറയാനുള്ള ഒരു ടോട്ടൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രൊഫൈൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. Then we are directly going to the താജ് മഹൽ. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, താജ്മഹൽ എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് മോണുമെന്റിനെ ഫ്ലാറ്റർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു മോണുമെന്റ്, ആ ഒരു ഇമ്മോർട്ടൽ ആർട്ട്, അതെന്താണ് എന്നാണ് ഈ പോയത്തിലൂടെ എന്ത് ചെയ്യുന്നത്, രവീന്ദ്രനാഥ ടാഗോർ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ലിസൺ കെയർഫുള്ളി, വി ആർ ഗോയിങ് ടു ടേക്ക് ദ പോം. സോ നമ്മൾ റൈറ്റർ ചോദിക്കുകയാണ്, യു ന്യൂ എംപറർ ഓഫ് ഇന്ത്യ Shah Jahan. You knew the Emperor of India, Shah Jahan, the life, youth, wealth, renown, all float away down the stream of time. You have only dream was to preserve forever your earth's fame. The harsh thunder of imperial power would fade into sleep like a sunset crimson splendor, like a sunset crimson splendor. But it was your hope that at least a single eternally heard sigh would stay to grieve the sky. Once again, നോക്കിക്കോ, യു ന്യൂ ദ എംപറർ ഓഫ് ഇന്ത്യ ഷാജഹാൻ. നിങ്ങൾക്കറിയാം നമ്മുടെ എംപറർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ഷാജഹാനെ നിങ്ങൾക്കറിയാം. ദാറ്റ് ലൈഫ്, ആ ഒരു ലൈഫ്, യൂത്ത്, യുവത്വം, വെൽത്ത്, സമ്പത്ത്, റിനോൺ, ആ ഒരു യൂത്ത്, വെൽത്ത്, റിനോൺ എല്ലാം
എല്ലാം all float away. എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? float away, ഒഴുകിപ്പോയിട്ടുണ്ട്. down the stream of time. സമയത്തിന്റെ നീരൊഴുക്കില്, സമയത്തിന്റെ ആ ഒരു നീരൊഴുക്കില് അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴുകിപ്പോയിട്ടുണ്ട്. ലൈഫ്, ജീവിതം, ആ ഒരു സമ്പത്ത്, ആ ഒരു ആഭിചാരങ്ങൾ, ആ ഒരു റിനൗണിലെ ആ ഒരു പേരും പ്രശസ്തിയും പ്രൗഢിയും ഒക്കെ സമയം മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഒഴുകിപ്പോയിട്ടുണ്ട്. യുവർ ഓൺലി ഡ്രീം, നിങ്ങളുടെ ഒരേ ഒരു സ്വപ്നം, യുവർ ഓൺലി ഡ്രീം വാസ് ടു പ്രിസർവ് ഫോർ എവർ യുവർ ഹേർട്ട്സ് പെയിൻ. നിങ്ങളുടെ മനസ്സിന്റെ, ഹൃദയത്തിന്റെ ഒരു പെയിനായിട്ട്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു വേദനയായിട്ട് എന്നെന്നും പ്രിസർവ് ചെയ്യുന്ന, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡ്രീം. എന്താണ് ആ ഡ്രീം? ഹിസ് ബിലവഡ് മുംതാസ്, അല്ലേ? അദ്ദേഹത്തിന്റെ ഏറ്റവും ബിലവഡ് ആയിട്ടുള്ള വൈഫ് മുംതാസ്. ആ ഒരു പെയിന്, ആ ഒരു വേർപാടിന്റെ ആ ഒരു പെയിന് അതിങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമേ ഇപ്പൊ നിങ്ങളെ മനസ്സിൽ എന്ത് ചെയ്യുന്നുള്ളൂ? നിൽക്കുന്നുള്ളൂ. പേര് പോയി, പ്രശസ്തി പോയി, ലൈഫും യൂത്തും ഒക്കെ സമയം ഇങ്ങനെ, കാലചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അതും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. The harsh thunder of imperial power, രാജാധികാരത്തിന്റെ, ഇമ്പീരിയൽ പവറിന്റെ ആ ഒരു ഹാസ് തണ്ടർ, ആ ഒരു ഇടിമുഴക്കം. തണ്ടർ മീൻസ് ഇടിമുഴക്കം. ആ ഒരു ഘോരമായിട്ടുള്ള ആ ഒരു ഇടിമുഴക്കം എന്തിന്റെ? ആ പദവിയുടെ, അല്ലെങ്കിൽ രാജ പദവിയുടെ, രാജ ഇമ്പീരിയൽ പവറിന്റെ, അധികാരത്തിന്റെ ആ ഒരു ഹാസ് തണ്ടർ would fade into sleep, would fade into sleep. ഉറക്കത്തില് would fade into the sleep. ഉറക്കത്തിൽ അതൊക്കെ എന്ത് ചെയ്തു പോകും? ഫെയ്ഡ് ആയി പോകും, മറഞ്ഞു പോകും. വർഷങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച്, കാലചക്രം ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് യൂത്തും നമ്മളെ വെൽത്തും ആഭിചാരങ്ങളും ആ ഒരു അന്തസ്സും ഒക്കെ എന്ത് ചെയ്തു പോകും? നശിച്ചു പോകും. അതുപോലെ തന്നെ അധികാരത്തിന്റെ ആ ഒരു ഹാസ് തണ്ടർ, ഇടിമുഴക്കം, അതും ഫെയ്ഡ് അവേ, മാഞ്ഞു പോകും. ഫെയ്ഡ് മീൻസ് മാഞ്ഞു പോവുക, അതും മാഞ്ഞു പോകും. സോ യുവർ ഓൺലി ഡ്രീം, അല്ലെ? നിങ്ങളുടെ ഒരേ ഒരു ഡ്രീം എന്ന് പറയുന്നത് എന്താണ്? വാസ് ടു പ്രിസർവ്. നിങ്ങളുടെ ഒരേ ഒരു ഡ്രീം എന്താണ്? വാസ് ടു പ്രിസർവ്, പ്രിസർവ് ചെയ്യണം. എന്ത് പ്രിസർവ് ചെയ്യായിരുന്നു? ഫോർ എവർ യുവർ ഹേർട്ട്സ് പെയിൻ, നിങ്ങളുടെ ഹേർട്ടിന്റെ പെയിനിനെ. എന്താണ് ഹേർട്ടിന്റെ പെയിന്? ഹിസ് ബിലവഡ് മുംതാസ്, അല്ലേ? The harsh thunder of imperial power would fade into sleep. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. And like a sunset crimson splendor, ഏതുപോലെ? ഏതുപോലെ? Like the sunset crimson splendor. ഒരു സൺസെറ്റിന്റെ, ഒരു സൂര്യാസ്തമയത്തിന്റെ ആ ഒരു ക്രിംസൺ സ്പ്ലെൻഡർ, ആ ഒരു ചുവപ്പ് നിറം പോലെ, അല്ലെ? സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, സൺസെറ്റ് കാണുമ്പോൾ നമുക്കറിയാം ആ സമയത്ത് സ്കൈ അല്ലെങ്കിൽ ആ ഒരു റൗണ്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? നല്ല റെഡ് കളർ ഉണ്ടാവും, അല്ലേ? പക്ഷെ ആ റെഡ് കളർ അത് അപ്പോഴെ തന്നെ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ എന്ത് ചെയ്യാനുള്ളതാണ്? ഫെയ്ഡ് ആവാനുള്ളതാണ്. ആ ഒരു നിമിഷം കൊണ്ട് തന്നെ ഫെയ്ഡ് ആവാനുള്ളതാണ്. എന്ന പോലെ നിങ്ങൾ അധികാരത്തിന്റെ പവർ ഒക്കെ എന്ത് ചെയ്തു പോയി? ഫെയ്ഡ് ആയി പോയി, മറഞ്ഞ് മാഞ്ഞ് പോവും. പക്ഷേ ഇറ്റ് വാസ് യുവർ ഹോപ്പ്, ഇത് നിങ്ങളുടെ പ്രതീക്ഷയായിരുന്നു. എന്താ? അറ്റ്ലീസ്റ്റ് എ സിംഗിൾ ഒരു eternally having sigh would stay, എന്നെന്നും നിലനിൽക്കുന്ന ഒരു സൈ, ഒരു നിശ്വാസം, അത് നിലനിൽക്കണം എന്ന് നിങ്ങളുടെ ഒരു പ്രതീക്ഷയായിരുന്നു. എന്നെന്നും നിലനിൽക്കുന്ന ഒരു നിശ്വാസം, ആ ഒരു മെമ്മറി, അതെന്നും നിലനിൽക്കണം എന്ന് നിങ്ങളുടെ പ്രതീക്ഷയായിരുന്നു. To grieve the sky, ആകാശത്ത് ഒരു സങ്കടം പോലെ, ഒരു കാർമേഘം പോലെ അതിങ്ങനെ നിലനിൽക്കണം എന്ന് നിങ്ങളുടെ പ്രതീക്ഷയായിരുന്നു. എന്താണ് ആ നിലനിൽക്കേണ്ട പ്രതീക്ഷ? The memories of his beloved മുംതാസ്, അല്ലെ? തന്റെ ബിലവഡിന്റെ മുംതാസിന്റെ മെമ്മറികൾ, അവരുടെ ഓർമ്മകള് എന്നെന്നും ഇങ്ങനെ നിലനിൽക്കണം എന്ന് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു.
ആൻഡ് നെക്സ്റ്റ് നോക്കുക, ദോ എംറാൾഡ്സ്, rubies, pearls, coral, but as the glitter of a rainbow tricking out empty sky and must pass away, yet still one solitary tear would hang on the cheek of time in the form of this white and gleaming Taj Mahal. എന്താ പറയുക? നിങ്ങളുടെ ഒരേ ഒരു ഹോപ്പ് അതെന്താണ്? നിങ്ങളുടെ ഒരു സൈൻ അതെന്നും എറ്റേണൽ ആയിട്ട് ഇങ്ങനെ നിലനിൽക്കണം എന്നാണ്, അല്ലേ? then though emeralds, rubies, pearls, പവിഴം, മുത്ത്, അല്ലേ? ഇതൊക്കെ ഓവറോൾ എല്ലാം നഷ്ടപ്പെട്ടു പോകും, എല്ലാം നഷ്ടപ്പെട്ടു പോകും, ഫെയ്ഡ് ആയി പോകും. ബട്ട് പക്ഷേ as the glitter of a rainbow tricking out empty sky, ഒരു empty skyയിൽ ഒരു റെയിൻബോ ഇങ്ങനെ വന്ന് നിൽക്കുന്ന പോലെ, ആ റെയിൻബോക്ക് അധികം നേരം എന്തില്ല, ആയുസില്ല. അത് കുറച്ചു കഴിഞ്ഞ് എന്തായി പോവും? ഫെയ്ഡ് ആയി പോവും. എന്ന പോലെ എല്ലാം എന്തായി പോവും? ഫെയ്ഡ് ആയി പോവും, മറഞ്ഞു പോവും. ആൻഡ് must pass away, എല്ലാം മാഞ്ഞു പോവും, എല്ലാം നശിച്ചു പോവും, എല്ലാം കടന്നു പോവും. yet still one solitary tear, പക്ഷെ ഇപ്പോ ഒരേ ഒരു സോളിറ്ററി ടിയർ, ഒറ്റയായി നിൽക്കുന്ന ഒരേ ഒരു ടിയർ, ഒരേ ഒരു കണ്ണുനീര് മാത്രം ബാക്കിയാവും. വുഡ് ഹാങ്, അതിങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും, ഓൺ ദ ചീക്ക് ഓഫ് ടൈം, കാലത്തിന്റെ ആ കവിളില്, സമയത്തിന്റെ ആ ഒരു കവിളില് ആ ഒരു ടിയർ മാത്രം, ആ ഒരു കണ്ണുനീര് മാത്രം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും. ഇൻ ദ ഫോം ഓഫ് എന്തിന്റെ രൂപത്തില്? ദിസ് വൈറ്റ് ആൻഡ് ഗ്ലീമിംഗ് താജ് മഹൽ, ഈ വെള്ളക്കൊട്ടാരത്തിന്റെ, ഈ ഒരു താജ് മഹലിന്റെ രൂപത്തില് ആ ഒരേ ഒരു കണ്ണുനീര് മാത്രം ഇങ്ങനെ തൂങ്ങി നിൽക്കും. നിങ്ങളുടെ അധികാരം, നിങ്ങളുടെ പവർ, നിങ്ങളുടെ പേരും പ്രശസ്തിയും യുവത്വം എല്ലാം കയ്യിലുണ്ടായിരുന്നത്, എമറാൾഡ്സ്, റൂബീസ് ഒക്കെ എല്ലാം നശിച്ചു പോവും. നിങ്ങളുടെ ആ ഒരേ ഒരു കണ്ണുനീര് മാത്രം, നിങ്ങളുടെ ആ ഒരേ ഒരു സങ്കടം മാത്രം, മുംതാസ് എന്ന് പറയുന്ന തന്റെ ബിലവഡിന്റെ ആ ഒരു ഒരേ ഒരു ഓർമ്മ മാത്രം ഈ താജ്മഹലിന്റെ, ഈ വെള്ള നിറത്തിലുള്ള തിളങ്ങുന്ന ഈ ഒരു തൂവെള്ള കൊട്ടാരത്തിന്റെ, താജ്മഹൽ എന്ന് പറയുന്ന ഈ ഒരു തൂവെള്ള കൊട്ടാരത്തിന്റെ ഫോമില്, അതിന്റെ രൂപത്തില് ആ ഒരു കണ്ണുനീര് മാത്രം, ആ ഒരു ഓർമ്മകള് മാത്രം, ആ ഒരു സങ്കടം മാത്രം ഇങ്ങനെ ബാക്കിയാവും. ബാക്കിയുള്ളതെല്ലാം ഫെയ്ഡ് അവേ, മായ്ഞ്ഞു പോകും. which means എത്ര കാലം കഴിഞ്ഞാലും, എന്തൊക്കെ മായ്ഞ്ഞു പോയാലും, പേരും പ്രശസ്തിയും പണവും അതിന്റെ ആലഭാരങ്ങളും ആഭിചാരങ്ങളും ഒക്കെ മായ്ഞ്ഞു പോയാലും, ഈ ഒരു മോണുമെന്റ്, ഈ ഒരു ആർട്ട്, ഈ ഒരു ഓർമ്മ മാത്രം എന്നെന്നും ഇങ്ങനെ നിലനിൽക്കും. എന്തിന്റെ രൂപത്തിലാ? ഈ താജ്മഹലിന്റെ രൂപത്തിലാ. So this is the poem Taj Mahal is written by Rabindranath Tagore. I hope you guys understand this. ഇതിൽ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് the love, രണ്ടാമത്തത് art is an immortal. ആർട്ട്, കല എന്നുള്ളത് അനശ്വരമാണ് എന്നുള്ളതാണ്. സോ ഈ പോയത്തിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്രിസിയേഷൻ എഴുതാനാണ്, ഇതിന്റെ ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ്. അതേപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രൊഫൈൽ എഴുതാനും, വിച്ച് മീൻ അദ്ദേഹം ഒരു ഇന്ത്യനാണ്, മോസ്റ്റ് റിനോൺഡ് ആണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഫോം. നമ്മൾ പറഞ്ഞൂലേ, എന്തൊക്കെയാ പറഞ്ഞത്? ഈ ഒരു അധികാരവും യുവത്വവും തന്റെ എല്ലാ കാര്യങ്ങളും ഒരു സൺസെറ്റിന്റെ സമയത്ത് ചുമന്നിരിക്കുന്ന ആകാശം പോലെ, ഒരു റെയിൻബോ പോലെ എല്ലാം എന്ത് ചെയ്തു? മാഞ്ഞു പോവും.
നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു പെയിൻ, ആ ഒരു വിശ്വാസം, ആ ഒരു കണ്ണുനീര് മാത്രം ഈ താജ്മഹലിന്റെ ഫോമിൽ ഇങ്ങനെ എന്നെന്നും എന്ത് ചെയ്യും, നിലനിൽക്കും. അതാണ് ഈ പോയത്തിലൂടെ രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹൽ എന്ന് പറയുന്ന ആ ഒരു ഗ്രേറ്റ് മോണുമെന്റിനെ, ആ ഒരു വലിയ ആർട്ടിനെ നമുക്ക് എന്ത് ചെയ്ത് തന്നത്, വിവരിച്ചു തന്നത്. സോ ആർട്ട് ഈസ് ഇമ്മോർട്ടൽ. കല എന്ന് പറയുന്നത് എന്താണ്, അനശ്വരമാണ്. W.B. ഈസ്റ്റിന്റെ ഒരു പോയമുണ്ട്, ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏർഡ്. ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏർഡ്. ആ പോയത്തിൽ പറയുന്നത് പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ രാജാക്കന്മാരെയൊക്കെ മറവ് ചെയ്യുന്ന സമയത്ത്, ബറി ചെയ്യുന്ന സമയത്ത് അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഒരു വലിയ നന്നങ്ങാടിയിലാക്കിയിട്ട് എന്ത് ചെയ്യും, അതിന്റെ കൂടെ കുഴിച്ചിടും, അതിന്റെ പുറത്ത് ഒരുപാട് പിക്ചേഴ്സ് വരച്ചു. സോ അങ്ങനത്തെ കിട്ടിയ ഒരു നന്നങ്ങാടിയിൽ വരച്ച് വെച്ച പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ദ ഓഡ് ഓൺ എ ഗ്രീഷ്യൻ എന്ന് പറയുന്ന പോയത്തിലൂടെ. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ആർട്ട് ഈസ് ഇമ്മോർട്ടൽ. കല എന്ന് പറയുന്നത് എന്താണ്, അനശ്വരമാണ്. നമ്മൾ വസന്തകാലത്തിലുള്ള ഒരു വൃക്ഷം നമ്മളിവിടെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ, വസന്തകാലം എന്ന് വെച്ചാൽ സ്പ്രിംഗ് സീസൺ, സ്പ്രിംഗ് സീസണിലെ വൃക്ഷം വരച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ കായും ഫലങ്ങളും പൂകളും ഒക്കെയുള്ള ഒരു വൃക്ഷം നമ്മളിവിടെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം മാറി മാറി വന്നാലും ഈ വൃക്ഷം എന്തിൽ തന്നെയാണ്, വസന്തകാലത്തിൽ തന്നെയാണ്, അല്ലേ? ആണ്. സോ ആർട്ട് ഈസ് ഇമ്മോർട്ടൽ. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. So we are going to stop here. We will meet with another beautiful poem or story from this textbook. Wish you all the best. It's me, Jurais, signing off.